സൗത്തൻ മലയാളി അസോസിയേഷൻ അഭിമാനപൂർവ്വം അവതരിപ്പിക്കുന്നു സ്കിറ്റ് ചക്കിക്കൊത്ത ശങ്കരൻ. അമ്മച്ചി, അമ്മച്ചി, ഈ അമ്മച്ചി എവിടെ പോയി കിടക്കുവോ? എന്താണ് സണ്ണിക്കുട്ടി നീ കടന്ന് തൊള്ള തുറക്കണത്? അമ്മച്ചി ഇവിടെ ഉണ്ടായിരുന്നു. അതെ, എനിക്ക് ജോലിക്ക് പോകാൻ നേരമായി. അമ്മച്ചി ഇവിടെ പുതിയതാ, പരിചയമില്ലാത്ത സ്ഥലം. ആരും ഒന്ന് ബെല്ലടിച്ചാലും കഥവ് തുറക്കരുത്. അത് പിന്നെ എനിക്ക് അറിഞ്ഞുകൂടാടാ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങുക. ശരി, മക്കള് ചെല്ല്. ഇവൻ പോയതിനും വേഗത്തിൽ തിരിച്ചു വന്നോ? അയ്യോ 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 അയ്യോ! അമ്മച്ചി പേടിക്കല്ലേ, ഇത് ഞാനാ, ജോസ് കുട്ടി. അച്ഛൻ എന്നെ കുറിച്ച് പറഞ്ഞില്ലായിരുന്നു? ഓ, ഏതോ ഒരു എരണം കൊട്ടവനെ കുറിച്ച് പറഞ്ഞായിരുന്നു. അത് നീയായിരുന്നു. അമ്മച്ചി ശരിക്കും പേടിച്ചു പോയല്ലേ? പിന്നെ ഈ വെളുപ്പാങ്കാലത്ത് കൂളിംഗ് ഗ്ലാസ് വെച്ച് വന്നാൽ ആരാടാ പേടിക്കാത്തത്? ആകെ മൊത്തം ഇരുട്ട്. അതുകൊണ്ടല്ലേ അമ്മച്ചി ഞാൻ ചിരിച്ചത്. നീ ചിരിച്ചപ്പോഴാ ഞാൻ ശരിക്കും പേടിച്ചത്. നീ ഇരിക്കട ചേർക്ക. അയ്യോ അയ്യോ, നിനക്ക് വല്ലതും പറ്റിയോ? ഇതിൽ കൂടുതൽ ഇനി എന്നാ പറ്റാനാ? ആ നേഴ്സിംഗ് ഹോമിലെ അമ്മച്ചിയെ അപ്പച്ചനെയൊക്കെ എടുത്തു പൊക്കി തീരെ നടുവില്ലാത്ത നേരത്താ ഈ വീഴ്ച. ആട്ടെ, നിനക്ക് എന്നതാ മോനെ പണി? ഞാൻ സൂപ്പർവൈസറാ. അതെന്നതാടാ? അതിങ്ങനെ ഈ പേഷ്യൻസിനെയൊക്കെ സൂപ്പർവൈസ് ചെയ്ത് ഈ നനഞ്ഞ തുണിയൊക്കെ മാറ്റി വേറെ വൃത്തിയാക്കുന്ന പണിയാ. അത് ശരി, അപ്പൊ നിനക്ക് ചന്ത് കഴുകല് തന്നെയാ പണി. അമ്മച്ചി, നീ എന്തിനാടാ അതിന് നാണിക്കുന്നത്? എന്റെ മകൻ സണ്ണിക്കുട്ടിക്കും അത് തന്നെയല്ലേടാ പണി. നീയൊക്കെ നാട്ടിലായിരുന്നെങ്കിൽ കളക്ടർ ഉദ്യോഗമല്ലേ ചെയ്യത്തുള്ളായിരുന്നു. അന്യനാട്ടിൽ വന്നാൽ എന്തും ചെയ്യും. എടാ, എല്ലാ ജോലിക്കും അതിന്റേതായ അന്തസ്സുണ്ട്. ആട്ടെ, നിനക്കിന്ന് ജോലിയില്ലേ? എന്റെ ജോലി പോയി അമ്മച്ചി. എന്തേ? സാമ്പത്തിക മാന്ദ്യം. ചന്തി കഴുകുന്നതിനും സാമ്പത്തിക മാന്ദ്യമോ? അതൊക്കെ പോട്ടെ. അമ്മച്ചി രാവിലെ എഴുന്നേറ്റ് കമ്പ്യൂട്ടറിലെ പത്രമൊക്കെ വായിച്ചോ? എന്തിനാടാ ഈ രണ്ടു പത്രക്കാരും കൂടി തമ്മിൽ തല്ലുന്നത് കാണാനോ? അതും ശരിയാ. എനിക്ക് എങ്ങനെയെങ്കിലും നാട്ടിൽ പോയാൽ മതി. ഈ തണുപ്പ് സഹിക്കാൻ ഇനി ഒട്ടും വയ്യ. അയ്യോ അമ്മച്ചി, ഇവിടെ തിന്നാനൊന്നുമില്ലേ? നീ നേരത്തെ പറഞ്ഞല്ലേ സാമ്പത്തിക മാന്ദ്യം. ഇവിടെയും ഇത്തിരി മാന്ദ്യമാണ്. അമ്മച്ചി, ഞാൻ പോയി നോക്കാം. അയ്യോ അമ്മച്ചി, ആ അസോസിയേഷൻകാരാ, പിരിവിനായിരിക്കും. ഞാനിവിടെ ഉണ്ടെന്ന് പറയല്ലേ. കഴിഞ്ഞ ക്രിസ്മസിനും ഓണത്തിനും ഒക്കെ ഷാപ്പാടിന്റെ കാശ് ഇനിയും ഞാൻ കൊടുത്തിട്ടില്ല. അവന്മാര് കണ്ടാ പ്രശ്നമാ. അമ്മച്ചി വാങ്ങി തുറന്നു. അമ്മച്ചി നമസ്കാരം. ഇതങ്ങ് അച്ചായൻ വരുമ്പോ കൊടുത്താ മതി. കാശ് പിന്നെ ഞങ്ങൾ വാങ്ങിച്ചോളാം. അമ്മച്ചി, പരിപാടി കാണാൻ വരണം കേട്ടോ. മറ്റവന്മാരുടെ പരിപാടി പോലെയല്ല ഞങ്ങളുടെ പരിപാടി. അവന്മാര് മഹാവൃത്തികെട്ടവന്മാരാ. വാഴ കാണിച്ചേക്കാ വേഗമായേട്ടാ. എടാ ജോസുകുട്ടി, എടാ ഇപ്പൊ ഇവിടെ നിന്നും മറ്റേ ഗ്രൂപ്പുകാരെ ചീത്ത വിളിച്ചിട്ട് പോയവനല്ലേ കഴിഞ്ഞയാഴ്ച പ്രാർത്ഥനയോഗത്തിൽ യേശുവേ സ്തോത്രം, കർത്താവേ സ്തോത്രം എന്ന് പറഞ്ഞു കിടന്ന് പ്രാർത്ഥിച്ചത്? ഇവന്റെയൊക്കെ തൊലിക്കട്ടി സമ്മതിക്കണം. കൊള്ളാം. ഇതിലും വലുതിനെ അമ്മച്ചി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. ഇന്നലെയും രണ്ടു കൂട്ടര് വന്നിരുന്നു. എന്റെ അമ്മച്ചി, ലോകത്ത് ഏറ്റവും കൂടുതൽ മലയാളി സംഘടനകളുള്ള രാജ്യമാണ് യുണൈറ്റഡ് കിങ്ഡം. നാട്ടിലുള്ള ഓരോ ജില്ലയുടെയും പഞ്ചായത്തിന്റെയും കവലകളുടെയും ഒക്കെ പേരിൽ ഇവിടെ സംഘടനകളും സംഗമങ്ങളും ഒക്കെ ഉണ്ട്. ഇതിന്റെ തുടക്കം ഗൾഫിൽ നിന്നായിരുന്നേ. ഇതിപ്പോ പന്നിപ്പനി പോലങ്ങ് പടർന്ന് പിടിക്കുകയല്ലയോ? എല്ലാവരും കൂടി ഈ നാട് കുട്ടിച്ചോറാക്കാതിരുന്നാൽ മതിയായിരുന്നു. അയ്യോ, ചോറിന്റെ കാര്യം പറഞ്ഞപ്പോഴാ വയറ് കത്തുന്നല്ലോ അമ്മച്ചി. ഇവിടെ നിന്നിട്ട് വല്ല കാര്യമുണ്ടോ? എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ പോവാ. എന്നാ മക്കള് ചെല്ല്, ഞാനൊന്ന് കിടക്കട്ടെ.
എടി മേഴ്സി, ദേ ഇങ്ങോട്ടൊന്ന് നോക്കിയേ. അമ്മച്ചി നാട്ടിലേക്ക് തിരിച്ചു പോകണമെന്നും പറഞ്ഞ് ബഹളം തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളൊന്നും മിണ്ടാതിരിക്കും മനുഷ്യ. അമ്മച്ചി അങ്ങനെ പലതും പറയും. വന്നിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ. ടിക്കറ്റിന്റെ പൈസ പോലും മുതലായിട്ടില്ല. അമ്മച്ചി വന്നതിന് ശേഷം ഞാനൊന്ന് നടുവ് നിവർത്തിയത്. എടി അമ്മച്ചിക്ക് ഇവിടെ കിടന്ന് വല്ലതും സംഭവിച്ചാലോ? അങ്ങനെ വല്ലതും സംഭവിച്ചാൽ തന്നെ നമ്മൾ രക്ഷപ്പെട്ടു മനുഷ്യ. ഉള്ള പത്രത്തിലൊക്കെ കൊടുത്ത് നമുക്ക് കാശ് വരാം. നീ ഒരിക്കലും നന്നാകത്തില്ലടി. എന്റെ ദൈവമേ, ഒരു മലയാളി 1 പൗണ്ട് വെച്ച് തന്നാൽ തന്നെ 50,000 പൗണ്ട് കിട്ടും. ഓ, ഇല്ലെങ്കിൽ എന്താ, ഇങ്ങനെ ചത്താലും മതിയായിരുന്നു. നീ വല്ലതും പറഞ്ഞോടി? ഞാൻ വെറുതെ ഒരു സ്വപ്നം കണ്ടതാണേ. എടാ സണ്ണിക്കുട്ടി, എനിക്ക് തീരെ വയ്യ. എത്രയും വേഗം എനിക്ക് നാട്ടിൽ പോണം. അതിപ്പോ അമ്മച്ചി ടിക്കറ്റിനൊക്കെ ഒത്തിരി പൈസയാന്നേ. എന്നാ നീ എന്നെ കാളവണ്ടിക്ക് കയറ്റി വിടടാ. എന്റെ അമ്മച്ചി, ഇവിടെ ആകെ സാമ്പത്തിക മാന്ദ്യമാണ്. ജോലി എപ്പോഴാ തെറിക്കുന്നതെന്ന് ഒരു ഉറപ്പുമില്ല. എന്റെ ദൈവമേ, ജോലി പോയാൽ നിങ്ങൾ എന്തു ചെയ്യും മക്കളെ? അതോർത്ത് പേടിക്കേണ്ട. ഉള്ള ബാങ്കിൽ നിന്നൊക്കെ ലോണും എടുത്ത് അങ്ങ് മുങ്ങും, അത്ര തന്നെ. ദൈവമേ, ചതിയല്ലേടി അത്. ജീവിക്കാൻ അങ്ങനെ പലതും ചെയ്യേണ്ടി വരും. അമ്മച്ചി അകത്തു പോയിരിക്കെ, വെറുതെ തണുപ്പടിക്കണ്ട. ഓ, ഞാൻ പോയേക്കാവേ. എടി അമ്മച്ചിക്ക് നമ്മൾ ഇൻഷുറൻസ് എടുത്തിട്ടില്ലെന്ന് ഓർക്കണം. നിങ്ങൾക്ക് ബുദ്ധിയില്ല മനുഷ്യ. ഇൻഷുറൻസ് എടുക്കാത്തത് മനഃപൂർവ്വമാ. വെറുതെ അതിനായിട്ട് 25 പൗണ്ട് കളയാൻ എന്റെ കയ്യിലില്ല. ദൈവമേ, ഇതെവിടെ ചെന്ന് അവസാനിക്കുമോ എന്തോ. അയ്യോ മമ്മി, ഡാഡി ഓടിവായോ, ഗ്രാൻഡ് താഴെ വീണു. ജോണിച്ചായോ, എന്നതാണേ ഉണ്ടായത്? ഞാനിപ്പോഴാ വിവരം അറിഞ്ഞത്. എന്റെ ജോസേ, അമ്മച്ചി പെട്ടെന്ന് കുഴഞ്ഞു വീണടാ. ഇപ്പൊ ഹോസ്പിറ്റലാ ഉള്ളത്. എമർജൻസി ആയിട്ട് ഒരു ഓപ്പറേഷനും വേണ്ടി വന്നു. പൈസ ഒത്തിരി ആകുമെന്നാ തോന്നുന്നത്. പൈസ പോണെങ്കിൽ പോട്ടെ, അമ്മച്ചിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഓ, അമ്മച്ചി പിള്ളാരെ നോക്കുമ്പോ ഫുൾ ടൈം ജോലിക്ക് പോകാമല്ലോ എന്നോർത്താണ് ഞാനിരുന്നത്. ഇതിപ്പോ അമ്മച്ചിയെയും പിള്ളാരെയും ഞാൻ നോക്കേണ്ട അവസ്ഥയായി. ഇതിനാ പറയുന്നത്, ചട്ടനെ പൊട്ടൻ ചതിച്ചാലേ പൊട്ടനെ ദൈവം ചതിക്കുമെന്ന്. ചങ്കി കുത്തണ വാക്ക് പറയാതെടാ. മേഴ്സി അമ്മച്ചിയുടെ കൂടെ ആശുപത്രിയിലാണ്. അവൾ ഇപ്പൊ ഇങ്ങ് എത്തും. അയ്യോ, എന്ത് നല്ലൊരു അമ്മച്ചിയായിരുന്നോ. അയ്യോ, എനിക്ക് പുട്ടും പഴവും എല്ലാം ഉണ്ടാക്കി തന്ന അമ്മച്ചിയാണ് പോയല്ലോ കർത്താവേ. അയ്യോ, അമ്മച്ചിക്കൊന്നും പറ്റിയില്ല. എന്റെ ജോലിയാ പോയത്. ഓ, മനുഷ്യൻ പേടിച്ചുപോയി. ആ, ദേ നിനക്കൊരു ലെറ്റർ ഉണ്ട്. എന്നതാടി? ചതിച്ചല്ലോ കർത്താവേ. ഇതെന്താ, ബോധങ്കടൽ മത്സരമോ? ഓഹോ, വെറുതെ അല്ല, അമ്മച്ചിയുടെ ഹോസ്പിറ്റൽ ബില്ലാണ്. ദൈവമേ, 25,000 പൗണ്ടേ. 25 പൗണ്ട് ഇൻഷുറൻസ് ലാഭിച്ചവർക്ക് 25,000 പൗണ്ടിന്റെ ഹോസ്പിറ്റൽ ബിൽ. ഇതിനാ പറയുന്നതേ, അറിയാത്ത പുള്ളക്ക് ചൊറിയുമ്പോ അറിയുമെന്ന്. എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ. എടീ പിത്തക്കാളി, ജോണിച്ചായോ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റണില്ല. ജോസൂട്ടി, എനിക്ക്